നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീർ. നിയമവും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കണമെന്നും അർഹരായവർക്ക് നിയമാനുസൃത സേവനം നൽകുന്നതിൽ വൈമനസ്യം പാടില്ലെന്നും കളക്ടർ. ജില്ലാതല വിജിലൻസ് യോഗം പാലക്കാട്. വരവൂർ സ്കൂളിൽ ക്ലാസ് മുറിയിൽ താഴെ വീണ പേനയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ പുറത്ത്. വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അധ്യാപകനായ മണികണ്ഠൻ വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നത് തുടർക്കഥ ആയതോടെ ദൃശ്യങ്ങൾ പകർത്തിയത് വിദ്യാർത്ഥികൾ. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തായതോടെ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി ബിന്ദു കൃഷ്ണ. കേരളത്തിൽ സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ മരണമണി മുഴങ്ങുകയാണെന്ന് KBTA സെക്രട്ടറി ഗോകുലം ഗോകുൽദാസ്. 2000-ൽ 35,000 ബസ്സുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് സർവീസ് നടത്തുന്നത് 11,000 ബസ്സുകൾ മാത്രമാണെന്നും 25,000 ബസ്സുകൾ നിരത്തൊഴിഞ്ഞതോടെ 1.5 ലക്ഷം തൊഴിൽ നഷ്ടമുണ്ടായതായും ഗോകുൽദാസ്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതും സ്വകാര്യ ബസ് വ്യവസായത്തിന് തിരിച്ചടിയായെന്നും KBTA സെക്രട്ടറി. 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അകലൂർ നായാടിക്കുണ്ട് കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. 30ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡിൽ കാൽനട പോലും ദുരിതത്തിലാണെന്നും പ്രദേശവാസികൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാഗ്ദാനവും പാഴ്വാക്കായി എന്നും നാട്ടുകാർ. പാലക്കാട് കല്ലേക്കുളങ്ങരയിൽ മോഷണശ്രമം അയൽവാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. മാസങ്ങളായി ആൾ താമസമില്ലാത്ത വീടുകളിലാണ് മോഷണശ്രമം നടന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ. രാത്രികാല പരിശോധന കർശനമാക്കുമെന്ന് പോലീസ്. ഒറ്റപ്പാലത്ത് റോഡ് മുറിച്ച് കിടക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ മിനി വാനിടിച്ച് അപകടം. ഒറ്റപ്പാലം സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിയായ ഒറ്റപ്പാലം സ്വദേശിനി 19 വയസ്സുള്ള ഫാത്തിമ സിൻസിയയ്ക്കാണ് പരിക്കേറ്റത്. കല്ലേക്കാട് നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീർ പറഞ്ഞു. നിയമവും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കണമെന്നും അർഹതയായവർക്ക് നിയമാനുസൃതമായ സേവനം നൽകുന്നതിൽ വൈമനസ്യം പാടില്ലെന്നും കളക്ടർ പറഞ്ഞു. ജില്ലാതല വിജിലൻസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതും വന്നില്ലെങ്കിൽ അത് നാളെ വിജിലൻസിന്റെ പദവിയിലേക്ക് വരും. ക്യാഷ്, കൈൻഡ്, ഫേവർ, ബയാസ്, നെപ്പോട്ടിസം, ഇതെല്ലാം തന്നെ കറപ്ഷന്റെ പാർട്ടാണ്. എൻ്റെ ഒരാളെ കയറ്റാനായിട്ട് ഞാൻ വഴങ്ങിക്കൊടുക്കുക, പ്രഷറൈസ് ചെയ്യുക, ഉദ്യോഗസ്ഥന്മാരെ ഹരാസ് ചെയ്യുക, കൊടുത്തേ മതിയാവൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പുറത്താക്കും, നിന്നെ ഉപദ്രവിക്കും, നിന്നെ ഭീഷണി, അങ്ങനെയുള്ള ഭീഷണിയൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതിലേക്ക് വരാം. ഈ VSCBയുടെ ഈ ഒരു ക്വാർട്ടർലി ജില്ലാതല കമ്മിറ്റി വളരെ പ്രസക്തമായ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു ഫോറമാണ്. ഇതിൽ ജനപ്രതിനിധികൾ കാണും, നമ്മുടെ ജനങ്ങളുണ്ടാകും, ഡിപ്പാർട്ട്മെന്റ്സും കാണും. ഏതെങ്കിലും കാതല ഇഷ്യൂസ് നമുക്ക് ഇവിടെ വെച്ച് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഇവിടെ വെച്ച് പരിഹരിക്കാം. ഇല്ലെങ്കിൽ അതാത് വകുപ്പുകൾ അത് ഏറ്റെടുക്കുകയും ഇൻഡിവിജ്വൽ കേസാകാം, ഗ്രൂപ്പ് കേസാകാം, അതിൻ്റെ ഒരു പരിഹാര മാർഗം അടുത്ത പൊതുജനങ്ങൾക്ക് നൽകേണ്ട സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്ന് ജില്ലാ കളക്ടർ കെ സുധീർ പറഞ്ഞു. നിയമവും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കണമെന്നും അർഹരായവർക്ക് നിയമാനുസൃത സേവനം നൽകുന്നതിൽ വൈമനസ്യം പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യക്ഷമതയും സുഗമവും സുതാര്യവുമായ രീതിയിൽ സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ചേർന്ന ജില്ലാതല വിജിലൻസ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. അനധികൃത ക്വാറി പ്രവർത്തനങ്ങൾ, റീസർവേ, ജാതി സർട്ടിഫിക്കറ്റിലെ അപാകതകൾ, ഡാമിൽ നിന്നും അനധികൃത മണലെടുപ്പ്, KSRTC സർവീസിലെ പ്രശ്നങ്ങൾ, വിവിധ അനുമതികൾ നൽകുന്നതിലെ കാലതാമസം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ 13 പരാതികൾ സമിതിയിൽ ലഭിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് U സുജിത്ത്, U ശ്രീജിത്ത്, കമ്മിറ്റി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരവൂരിൽ സ്കൂളിൽ ക്ലാസ് മുറിയിൽ താഴെ വീണ പേനയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ പുറത്ത്. വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അധ്യാപകനായ മണികണ്ഠൻ വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നത് തുടർക്കഥയായതോടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങൾ പുറത്തായതോടെ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി ബിന്ദു കൃഷ്ണ. ദൃശ്യങ്ങൾ പുറത്തായതോടെ പ്രതിഷേധവുമായി കുട്ടികളുടെ രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ വിദ്യാലയത്തിലെത്തി. സംഭവം വല്ലാതെ വേദനിപ്പിച്ചെന്നും ഇനി ഒരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നും കുട്ടിയുടെ പിതാവ് വരവൂർ സ്വദേശി ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പരാതിയായിട്ട് പോകാൻ കാരണം നമ്മളുടെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല, അതാണ് മെയിനായിട്ട്. പിന്നെ ഇത് ഇനി നാളെ മേലാക്കാൻ ഇത് ആവർത്തിക്കരുത് വേറെ കുട്ടിക്ക്.
പിന്നെ ഫോണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാഷിൻ്റെ അത്രയും ക്രൂരത കൊണ്ടായിരിക്കാം പിള്ളേരാണ് എടുത്തിട്ടുണ്ടായി. CPM വരവൂർ ലോക്കൽ സെക്രട്ടറി MR രതി മോഹൻ, വരവൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NS സജീഷ്, PK യശോദ, കാഴ്ചപരിമിതിയുള്ളയാളാണ് കുട്ടിയെ മർദ്ദിച്ച അധ്യാപകൻ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ, ചെറുതുരുത്തി പോലീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ. വരവൂരിൽ വിദ്യാർത്ഥിയെ അധ്യാപകൻ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണ ഇടപെട്ടു. അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തി. തൃശൂർ ജില്ലയിലെ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ചൂരൽ കൊണ്ടടിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളത്തിൽ സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ മരണമണി മുഴങ്ങുകയാണെന്ന് KBTA സെക്രട്ടറി ഗോകുലം ഗോകുൽദാസ് പറഞ്ഞു. 2000-ൽ 35,000 ബസ്സുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് സർവീസ് നടത്തുന്നത് 11,000 ബസ്സുകൾ മാത്രമാണെന്നും 25,000 ബസ്സുകൾ നിരത്തൊഴിഞ്ഞതോടെ 1.5 ലക്ഷം തൊഴിൽ നഷ്ടമുണ്ടായതായും ഗോകുൽദാസ് പറഞ്ഞു. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതും സ്വകാര്യ ബസ് വ്യവസായത്തെ തിരിച്ചടിയായെന്നും ഗോകുൽദാസ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു തരത്തിലും നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കേരളത്തിൽ സ്വകാര്യ ബസ് വ്യവസായം കടന്നുപോകുന്നത്. സ്വകാര്യ ബസ് വ്യവസായത്തെ നിലനിൽപ്പിനായി കഴിഞ്ഞ 10 വർഷമായി സർക്കാരുകൾക്ക് മുൻപിൽ നിർദ്ദേശങ്ങൾ വയ്ക്കാറുണ്ടെങ്കിലും യാതൊന്നും നടപ്പായിട്ടില്ല. കഴിഞ്ഞ ഏതാനും മാസത്തിനിടെ 10 രൂപയാണ് ഡീസൽ വില വർദ്ധിപ്പിച്ചത്. ഡീസൽ ചെലവ് പ്രതിദിനം 1000 രൂപ വർദ്ധിക്കുകയും വരുമാനം ഭീമമായി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ത്രൈമാസ നികുതിയിൽ പ്രതിദിനം 100 രൂപ മാത്രം കുറച്ച് വിദ്യാർത്ഥി കൺസെഷൻ 50% കമ്മീഷൻ റിപ്പോർട്ടുകൾ കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കാത്തത്. ബസ് വ്യവസായ മേഖലയ്ക്ക് തിരിച്ചടിയായി. സ്ത്രീകൾക്കുള്ള സൗജന്യ പദ്ധതി നടപ്പിലാക്കുകയും സ്വകാര്യ ബസ് വ്യവസായത്തിനും തിരിച്ചടിയായി. വിദ്യാർത്ഥി കൺസെഷനും ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മാതൃകയിൽ സ്വകാര്യ ബസ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയെങ്കിൽ മാത്രമാണ് സ്വകാര്യ വ്യവസായത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. സ്വകാര്യ ബസ് മേഖലയെ വ്യവസായമായി സർക്കാർ അംഗീകരിച്ചത് അഭിനന്ദനാർഹമാണെങ്കിലും നിലനിൽപ്പിനാവശ്യമായ നടപടി കൂടി സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. ഓഗസ്റ്റ് 3 പാലക്കാട് നടക്കുന്ന KBTA സംസ്ഥാന സമ്മേളനം ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സ്വകാര്യ ബസ് വ്യവസായ മേഖലയെ നേരിടുന്ന പ്രതിസന്ധികളും പരിഹാരങ്ങളും അടങ്ങുന്ന രേഖ മന്ത്രിക്ക് സമർപ്പിക്കുമെന്നും ഗോകുൽദാസ് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും ചെലവ് ചുരുങ്ങിയ സാധാരണക്കാരന്റെ യാത്രാ മാർഗമാണ് ഇന്ന് സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും അന്യം നിന്നു പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ വിവിധ ഗവൺമെന്റുകളുടെ തെറ്റായ നയങ്ങൾ ഈ മേഖലയെ നന്നായി ബാധിച്ചു. അതിന്റെ ഉദാഹരണമാണ് ഏതാണ്ട് 2000-ലാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2033,000-ഓളം സർവീസുകൾ ഉണ്ടായിരുന്നത് ഇന്ന് കേരള സംസ്ഥാനത്തിൽ കേവലം 11,000-ൽ താഴെ സ്റ്റേജ് കാരേജ് മാത്രമേ ഉള്ളൂ എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. 25,000-ഓളം വണ്ടികൾ ഈ കഴിഞ്ഞ 25 വർഷങ്ങൾക്കുള്ളിൽ അത് നമ്മുടെ റോഡുകളിൽ നിന്നും പിൻവലിഞ്ഞു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ റോഡിൽ നിന്നും ഒരു വണ്ടി പിൻവലിഞ്ഞു പോകുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ 6ഓളം തൊഴിലാളികളായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ 2 ഷിഫ്റ്റായി പണിയെടുത്തത്. ഇന്നത്തെ ചുരുങ്ങി 2 തൊഴിലാളികളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ 6 തൊഴിലാളികൾ 25,000 ബസ്സുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ യഥാർത്ഥത്തിൽ 1.5 ലക്ഷം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. പ്രസിഡന്റ് ജോൺസൺ പടയാടൻ, ജില്ലാ പ്രസിഡന്റ് KA ബഷീർ, KP ഷാജഹാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അകലൂർ നായാടിക്കുന്ന് കനാൽ റോഡിന്റെ ശോചിയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. 30ഓളം കുടുംബങ്ങൾ ഏകാശ്രയമായ റോഡ് കാൽനട പോലും ദുരിതത്തിലാക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്ന വാക്ക് നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ വാക്കും പാഴ്വാക്കായെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ 6ാം വാർഡിൽപ്പെട്ട അകലൂർ നായാടിക്കുണ്ട് കനാൽ റോഡാണ് കാൽനടയാത്ര പോലും കഴിയാതെ പ്രദേശവാസികൾ മഴക്കാലത്ത് ദുരിതത്തിലായത്. ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. 30ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് റോഡ്. കൂടാതെ നിരവധി ഇരുചക്രവാഹന യാത്രക്കാരും കടന്നുപോകുന്ന റോഡാണിത്. അകലൂർക്കാവ് 2ാം വില്ലേജിലേക്ക് എത്തപ്പെടുന്ന റോഡ് കൂടിയാണിത്. നിരവധി പരാതികളടക്കം പഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും നൽകിയെങ്കിലും ഒരു നടപടിയും ഇന്നേവരും ഉണ്ടായിട്ടില്ലത്രേ. കുണ്ടും കുഴിയും ചെളിവെള്ളവും നിറഞ്ഞതോടെ വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കാനാകാത്ത അവസ്ഥയിലാണ്. ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാറില്ല. മാറി വന്ന ജനപ്രതിനിധികളൊന്നും തന്നെ ഇതിനു വേണ്ട നടപടിയെടുക്കുന്നില്ല. സംഭവം കഴിഞ്ഞ ഗ്രാമസഭയിൽ ഉന്നയിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി കോറി വേസ്റ്റ് ഇടാമെന്ന് ഉറപ്പ് നൽകിയത്രേ. പക്ഷേ 3 ആഴ്ച കഴിഞ്ഞിട്ടും ഇന്നേവരെ നടപടി ഉണ്ടായില്ലെന്ന് ഇവർ പരാതിപ്പെട്ടു. മഴക്കാലമായതോടെ റോഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണെന്ന് വീട്ടമ്മമാർ പറയുന്നു. 43 കൊല്ലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അകലൂർക്കാവുന്ന സെക്കൻഡ് വില്ലേജിലേക്ക് പോണ നായടിക്കുണ്ട് ഭാഗത്തു കൂടെ പോണ റോഡ് ഇവിടെ ഒരു 10-30 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഉള്ള വഴിയാണിത്. ഭരണകർത്താക്കൾ മാറി മാറി വരും, നമുക്ക് കാര്യമില്ല.
പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ പാർട്ടിക്കാർ 1-2 പ്രാവശ്യം എന്നോടും പറഞ്ഞു 4 വേസ്റ്റ് കൊണ്ടുവരാ ചേച്ചി, ആള് NSSന്റെ കുട്ടികളെയും വിടാം, നിങ്ങൾ സഹകരിക്കുമോ ചോദിച്ചു. എപ്പോൾ കൊണ്ടുവന്നാലും ഞങ്ങൾ സഹകരിക്കാം, ആളില്ലെങ്കിലും ഞങ്ങൾ വണ്ടിയിലിട്ട് തന്നാൽ ഞങ്ങൾ നിരത്താൻ തയ്യാറാണ്. പക്ഷെ അതുവരെ ആരും ഒരു ഇതും പറഞ്ഞിട്ടുമില്ല, ആരും തീരെ വന്നിട്ടുമില്ല. ഞങ്ങൾക്ക് അതെന്തോ ചെയ്തു തരുന്നിട്ട് റോഡ് വരുമ്പോഴേക്കും ഈ ചളി ഒന്ന് നികത്തി തരണം, കുറച്ച് 4 വേസ്റ്റ് വിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു ഉപകാരമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ് പ്രദേശത്തെ ആളുകൾ ബാനർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉറപ്പു നൽകിയതോടെ ബാനർ മാറ്റുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതും പാഴായി. 6 മാസമായി ഇപ്പൊ റോഡ് പണിയും കനാല് പണിയും പറഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾ ഇത് അപേക്ഷ കളക്ടറേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ നേരാക്കി തരാം 3 പാർട്ടിക്കാരും പറഞ്ഞു. വേസ്റ്റ് ആണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞു, വേസ്റ്റ് ആണെങ്കിൽ ഇതുവരെ ഈ പാർട്ടിക്കാർ ജയിച്ച മെമ്പർമാരടക്കം ഈ കനാലിൽ തൂർത്തിട്ട് തന്നില്ല. ഞങ്ങൾക്ക് പത്തിരിപ്പാലേക്ക് പോയാൽ വണ്ടി വിളിച്ചാൽ അവിടെ നിന്ന് പഴയലേക്കിലേക്ക് വരില്ല, പഴയലേക്കിൽ നിന്ന് വണ്ടി വിളിച്ചാൽ ഈ കനാലിൽ കൂടെ വണ്ടി വരുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആ അവസ്ഥകളാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. അപ്പൊ അതിനൊരു പരിഹാരം കാണണം. റോഡ് ഇപ്പൊ 10-30 കൊല്ലമായി ഇപ്പൊ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഒരു മഴ പെയ്താൽ വെള്ളം നിറയാണ്. സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ വണ്ടി വിളിച്ചാൽ വരുന്നില്ല, സ്കൂൾ വണ്ടികളടക്കം തീരെ വരുന്നില്ല. സ്കൂൾ വണ്ടി വരാത്തതുകൊണ്ട് ഇവിടെ നിന്നുള്ള ആളുകൾ പണി മെനക്കെട്ടിട്ട് കുട്ടികളെ സ്കൂൾ കൊണ്ടാക്കുകയാണ്. പണി ടൈമിലാണ് 2-3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരത്തും കൊണ്ടാക്കിയിട്ട് വരുന്നത്. ഒരു 4 വേസ്റ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇടുന്നില്ല. ഒരു വികസനം കൂടെ നടത്തുന്നില്ല. ആകെ വന്നത് ഒരു ലൈൻ പോസ്റ്റാണ്. ഈ 40 കൊല്ലത്തിനിടയിൽ കറണ്ട് വന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന വികസനം. കെ അബ്ദുൾ റഹ്മാൻ, AP അരവിന്ദാക്ഷൻ, കെ ശ്രീധരൻ, P അഭിലാഷ്, KV ജാനകി, K ഉഷ, AP ദിവ്യമോൾ, ഷമീർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് റോഡ് മുറിച്ച് കിടക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ മിനി വാനിടിച്ച് അപകടം. ഒറ്റപ്പാലം സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിയായ ഒറ്റപ്പാലം സ്വദേശിനി 19 വയസ്സുള്ള ഫാത്തിമ സിൻസിയയ്ക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച 10 മണിയോടെയായിരുന്നു അപകടം. കോളേജിലേക്ക് പോകുന്നതിനിടെ ഒറ്റപ്പാലം ടൗണിൽ വെച്ച് റോഡിൽ മുറിച്ച് കിടക്കുന്നതിനിടെയാണ് അപകടം. പാലക്കാട് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ് വിദ്യാർത്ഥിയെ ഇടിച്ചത്. വിദ്യാർത്ഥിനി റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് കല്ലേക്കുളങ്കരയിൽ മോഷണ ശ്രമം അയൽവാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. മാസങ്ങളായി ആൾ താമസമില്ലാത്ത 2 വീടുകളിലാണ് മോഷണ ശ്രമം നടന്നത്. കള്ളന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. രാത്രികാല പരിശോധന ഊർജിതമാക്കുമെന്ന് പോലീസ് പറഞ്ഞു. മാസങ്ങളായി ആൾ താമസം ഇല്ലാത്ത വീടുകളിലെ വാതിലെ പൂട്ടുപൊളിച്ച് വീടിനകത്ത് കയറിയെങ്കിലും അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കള്ളൻ രക്ഷപ്പെടുകയായിരുന്നു. മോഷണം നടന്ന വീടിന്റെ അയൽവാസി പുലർച്ചെ എഴുന്നേറ്റപ്പോഴാണ് ആൾ താമസമില്ലാത്ത അടുത്ത വീട്ടിൽ വെളിച്ചമുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് മതിലിന് മുകളിൽ ഒരു ബാഗ് ഇരിക്കുന്നതും കണ്ടു. തുടർന്ന് തൊട്ടടുത്ത അയൽവാസിയെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനിടയിൽ മതിലിരുന്ന ബാഗ് കാണാതായി. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ആൾ താമസമില്ലാത്ത മറ്റൊരു വീട് കൂടി ഉണ്ടെന്നറിയുന്നത്. അവിടെ പരിശോധിച്ചപ്പോഴും വാതിലിന്റെ പൂട്ട് പൊളിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. പോലീസ് അവിടെ എത്തി വാതിൽ അടയ്ക്കുമ്പോഴേക്കും ശബ്ദം കേട്ട കള്ളൻ ഓടുകയായിരുന്നു. പോലീസും നാട്ടുകാരും പിറകിൽ ഓടി കള്ളനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കള്ളൻ രക്ഷപ്പെടുകയായിരുന്നു. മോഷണം നടന്ന വീടുകളിലെ CCTVയിൽ കള്ളന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടത്തുന്നതിനോടൊപ്പം രാത്രികാല പരിശോധന ഊർജിതമാക്കാനും പോലീസ് തീരുമാനിച്ചു. കല്ലേക്കാട് നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കല്ലേക്കാട് മുരുകൻ കോവിലിന് സമീപം നിയന്ത്രണം വിട്ട കാർ റോഡിൽ നിന്നും തെന്നിമാറി പാടത്തേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ പറ്റിയതിനു ശേഷം ജോലി നൽകാതിരിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഓഗസ്റ്റ് 15-ന് സമരപ്രഖ്യാപനം നടത്തുമെന്ന് സമരസമിതി ചെയർമാൻ വിളയോടി ശിവൻകുട്ടി പറഞ്ഞു. കരിപ്പോട് KSBSന്റെയും കുടുന്തരപ്പള്ളി SNUPയുടെയും മാനേജ്മെന്റ് സ്ഥിരം തട്ടിപ്പുകാരാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. 2023 കരിപ്പോട് KSBSൽ അധ്യാപക ജോലിക്കായി പട്ടഞ്ചേരി സ്വദേശി പീതാംബരൻ മാസ്റ്റർ മകൻ ജിഷ്ണുവിന് വേണ്ടി മാനേജർ ഗീത, ഭർത്താവ് അനൂപ് കുമാർ എന്നിവർക്ക് 35 ലക്ഷം രൂപ നൽകിയത്. ഭിന്നശേഷി നിയമന നിയമവും സ്കൂൾ സംബന്ധമായ കേസും മറച്ചുവെച്ചാണ് അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് 35 ലക്ഷം കൈപ്പറ്റിയത്. നിയമനം ലഭിക്കാതെ വന്നതോടെ പണം തിരിച്ചു ചോദിച്ചതോടെയാണ് മാനേജ്മെന്റുമായി തർക്കമുണ്ടായത്. പറഞ്ഞ അവധിക്കൊന്നും പണം തരാത്തതിനെ തുടർന്ന് കഴിഞ്ഞ മാസം മുണ്ടൂർ കാഞ്ഞിരക്കുളത്തെ മാനേജറുടെ വീട്ടിൽ ചെന്നത്. ഇവിടെ വെച്ചാണ് അനൂപ് കുമാറും മകൻ അജയും ചേർന്ന് ജിഷ്ണുവിനെയും പിതാവ് പീതാംബരനെയും മർദ്ദിക്കുകയും വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതിനെതിരെ കോങ്ങാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജിഷ്ണുവിനെ കൂടാതെ SNUPയിലെ നിയമനത്തിന് 30 ലക്ഷം രൂപ നൽകിയ സുദിന, 40 ലക്ഷം രൂപ നൽകിയാൽ എന്നിവരും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അധ്യാപക നിയമനവുമായി തട്ടിപ്പ് നടത്തുന്നതിന് പുറമെ വാഹന കച്ചവടങ്ങളിലും തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണ് അനൂപ്. കോടതിയെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒരുപോലെ കബളിപ്പിക്കുന്നതിൽ വിദഗ്ധനുമാണ് അനൂപ് കുമാർ. അനൂപ് കുമാറിന്റെ തട്ടിപ്പുകൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് 15-ന് കരിപ്പോട്ടിൽ പ്രത്യക്ഷ സമരപ്രഖ്യാപനം നടത്തുമെന്നും
വെളയൂരി ശിവൻകുട്ടി പറഞ്ഞു. ഈ രീതിയിൽ മൊത്തത്തിൽ സമൂഹത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്താനുള്ള ഒരു അടിസ്ഥാന യോഗ്യതയുമില്ലാത്ത ഏറ്റവും വൃത്തികെട്ട ഒരു മാനേജ്മെന്റാണ് ഈ അനൂപ്കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതയും മകൻ അജയും എന്ന നിലയിലാണ് ഞങ്ങൾ ഇങ്ങനെ പത്രസമ്മേളനം നടത്താൻ വേണ്ടി തന്നെ തുനിഞ്ഞത്. ഈ സുഹൃത്തിന്റെ കൈ തല്ലിയൊടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊരു മക്കളെ രാഷ്ട്രീയമുണ്ടല്ലോ. ഒരു അധ്യാപകന്റെ കൈ തല്ലിയൊടിക്കുക അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ കൈ തല്ലിയൊടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ജന്മത്തിൽ നീ ആ പണിക്ക് പോകരുത്, നീ പൈസ തിരിച്ചു ചോദിക്കരുത്, ഞങ്ങൾ ഇങ്ങനെ പെരുമാറൂ എന്നുള്ള അധികാരവും ധാർഷ്ട്യവും നിറഞ്ഞിട്ടുള്ള ഈ മാനേജ്മെന്റുകളുടെ ഏറ്റവും വൃത്തികെട്ട ചെയ്തിയാണ്. മർദ്ദനമേറ്റ ജിഷ്ണു, പിതാവ് പീതാംബരൻ മാസ്റ്റർ, കൺവീനർ നരേന്ദ്രൻ മാസ്റ്റർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂർ 1 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിൽ. മുഹമ്മദ് മുഹസിൻ MLA അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കിയ അധികം വൈകാതെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് MLA പറഞ്ഞു. മരുതൂരിൽ നിലവിലെ സ്ഥലത്തെ പഴയ ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റിയിടത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് സ്ഥല സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ച് സ്മാർട്ട് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസാക്കി മാറ്റുന്നത്. സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി പ്രകാരമാണ് 1 വില്ലേജ് ഓഫീസ് നവീകരിച്ചത്. പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. മുഹമ്മദ് മുഹസിൻ MLA, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, 1 വില്ലേജ് ഓഫീസർ എന്നിവർ കെട്ടിടം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഇന്റീരിയർ വർക്കുകളും വൈദ്യുതീകരണവും ഇനി പൂർത്തിയാക്കാനുണ്ട്. അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ഉടൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. നേരത്തെ വളരെ സൗകര്യങ്ങൾ പരിമിതമായിരുന്ന ഒന്നായിരുന്നു. അത് ഇപ്പോൾ സ്മാർട്ട് വില്ലേജ് ആക്കി പുതുക്കി പണിയുന്നതിന് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിച്ച് അതിന്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇന്റീരിയർ വർക്ക് അടക്കം വയറിങ്, അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക് അടക്കമുള്ള വർക്കുകളാണ് ഇനി ബാക്കിയുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്തെ വില്ലേജ് ഓഫീസിന്റെ സംവിധാനങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഉടനെ തന്നെ ഇതിന്റെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ, നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഏതാണ്ട് എല്ലാ വില്ലേജുകളും സ്മാർട്ട് വില്ലേജ് ആകുന്ന പ്രവർത്തനം നടക്കുന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 2 വില്ലേജ് ഓഫീസുകളാണുള്ളത്. വാരണാകുഷിയിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസ് നേരത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ 9 വില്ലേജ് ഓഫീസുകളിൽ 7 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറ്റിയിട്ടുണ്ട്. മരുതൂരിലുള്ള ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസും പട്ടാമ്പി വില്ലേജ് ഓഫീസുമാണ് സ്മാർട്ട് ആവാനുള്ളത്. റവന്യൂ ടവറിൽ പട്ടാമ്പി വില്ലേജ് ഓഫീസും ഉൾപ്പെടും. ഓങ്ങല്ലൂർ 1 വില്ലേജ് സ്മാർട്ട് ആവുന്നതോടുകൂടി പട്ടാമ്പി സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമായി മാറുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA സൂചിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആധുനിക ഇലക്ട്രിക് സംവിധാനത്തെക്കുറിച്ച് അറിയുവാനും സ്വന്തമാക്കാനും കേരള ഇലക്ട്രിക് ട്രേഡേഴ്സ് അസോസിയേഷൻ ഓഗസ്റ്റ് 2 പാലക്കാട് എക്സ്പോ സംഘടിപ്പിക്കും. വൈദ്യുതി സ്റ്റോറേജ് സിസ്റ്റമാണ് എക്സ്പോയിലെ ആകർഷണമെന്ന് ഭാരവാഹികൾ പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വൈദ്യുതി ചാർജ് ഭാരമാകുന്ന കാലത്ത് ഗുണമേന്മയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ അനിവാര്യതയാണ്. വീട് നിർമ്മിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും ഉപകരണങ്ങളും എക്സ്പോയിൽ നിന്ന് ലഭ്യമാക്കും. വൈദ്യുതി സ്റ്റോറേജ് സിസ്റ്റമാണ് എക്സ്പോയിലെ ആകർഷണം. ഇലക്ട്രിക് സുരക്ഷയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് ഉണ്ടാവുമെന്നും സംഘാടകർ പറഞ്ഞു. പുതുതായി വരുന്ന ഇലക്ട്രിക്കൽ റിക്വയർമെന്റ്, നമ്മൾ ഇലക്ട്രിക്കൽ മേഖലയിലുള്ള കേരളത്തിന്റെ പ്രത്യേക പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ മൊത്തം വൈദ്യുതി വിൽക്കുന്നതിന്റെ 73% വൈദ്യുതി വിൽക്കുന്നത് LT സെക്ടറിലാണ്, അതായത് ഡൊമസ്റ്റിക് ആൻഡ് കൊമേഴ്ഷ്യൽ സെക്ടറിലാണ്. നമ്മുടെ EV ചാർജിങ്ങിന്റെ കോൺട്രിബ്യൂഷൻ 0.02% മാത്രമാണ് മൊത്തം ഉപയോഗത്തിന്റെ. ഇൻഡസ്ട്രിയൽ സെക്ടർ വെറും 17% മാത്രമാണ്. അതാണ് നമ്മുടെ ഈ ഇലക്ട്രിക്കൽ മേഖലയിൽ കേരളം ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾ. അതാണ് അതിന് എന്താണ് പരിഹാരം? ബസ് എന്ന് പറയുന്ന എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ് അത് നമ്മൾ ചിന്തിക്കാനും പറയാനും തുടങ്ങി കുറേ വർഷങ്ങളായി. ഇത് പ്രവൃത്തിപഥത്തിൽ എത്താത്തത് എന്തുകൊണ്ടാണ്? അതിനുവേണ്ടി പൊതുജനങ്ങളെ ഏത് രീതിയിലാണ്? സെക്രട്ടറി ബിനു CB, മുൻ പ്രസിഡന്റ് PS സിപ്സൺ, ട്രഷറർ സത്യജിത്ത്, പ്രസിഡന്റ് VB പ്രസാദ്, ട്രഷറർ രാജൻ M മേനോൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുള്ളൂർക്കര റേഞ്ച് തല സംഗമം സംഘടിപ്പിച്ചു. അസോസിയേഷൻ റേഞ്ച് ജനറൽ സെക്രട്ടറി KM ഉമർ മാസ്റ്റർ അൽ ഹക്കാമി ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ 2026 ഓഗസ്റ്റ് 1 സമസ്തയുടെ കീഴിലുള്ള മദ്രസകളിലും സ്ഥാപനങ്ങളിലും സ്പെഷ്യൽ അസംബ്ലി ചേരാനും
മഹല്ല് മദ്രസ സ്ഥാപന തലത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനുമുള്ള നിർദ്ദേശാനുസരണം ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, സുന്നി മഹല്ല് ഫെഡറേഷൻ, മുള്ളൂർക്കര റേഞ്ച് കമ്മിറ്റികൾ സംയുക്തമായി ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം മുള്ളൂർക്കര റേഞ്ച് തല സംഗമം സംഘടിപ്പിച്ചു. മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ റേഞ്ച് ജനറൽ സെക്രട്ടറി ഹാജി KM ഉമ്മർ മാസ്റ്റർ അൽ ഖഹാമി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ രാജ്യത്തെ മറ്റു സർക്കാരുകൾക്ക് മാതൃകയായി തൂഫാൻ എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. തൂഫാൻ എന്നത് അറബി പദമാണ്. ഇതിനർത്ഥം കൊടുങ്കാറ്റ് എന്നൊക്കെയാണ്, വെള്ളപ്പൊക്കം എന്നൊക്കെയാണ്. ഇങ്ങനെയൊന്നുണ്ടായാൽ എല്ലാം തുടച്ചു നീക്കി നാമാവശേഷമാകും. ഈ ഒരു അർത്ഥത്തിനായിരിക്കണം തൂഫാൻ എന്ന് വെച്ചത് എന്ന് മനസ്സിലാക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് പൂർണ്ണമായി നാം യോജിക്കുന്നു. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ റേഞ്ച് പ്രസിഡന്റ് MA അഷറഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി BAM അജ്മൽ ബാഘവി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CK ഉമർ അൻവരി, PM ഷാഹുൽ ഹമീദ് അൽ ഗസാമി, KA ഹസൻകുട്ടി മൗലവി, MM സിദ്ദിഖ് മൗലവി, KM മുഹമ്മദ് ഹാജി, PS ഖമറുദ്ദീൻ മൗലവി, PK മൂസ, MM അലി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ K സുധീർ. നിയമവും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കണമെന്നും അർഹരായവർക്ക് നിയമാനുസൃത സേവനം നൽകുന്നതിൽ വൈമനസ്യം പാടില്ലെന്നും കളക്ടർ. ജില്ലാതല വിജിലൻസ് യോഗം പാലക്കാട്. വരവൂർ സ്കൂളിൽ ക്ലാസ് മുറിയിൽ താഴെ വീണ പേനയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ പുറത്ത്. വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അധ്യാപകനായ മണികണ്ഠൻ വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നത് തുടർക്കഥ ആയതോടെ ദൃശ്യങ്ങൾ പകർത്തിയത് വിദ്യാർത്ഥികൾ. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തായതോടെ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി ബിന്ദു കൃഷ്ണ. കേരളത്തിൽ സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ മരണമണി മുഴങ്ങുകയാണെന്ന് KBTA സെക്രട്ടറി ഗോകുലം ഗോകുൽദാസ്. 2000-ൽ 35,000 ബസ്സുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് സർവീസ് നടത്തുന്നത് 11,000 ബസ്സുകൾ മാത്രമാണെന്നും 25,000 ബസ്സുകൾ നിരത്തൊഴിഞ്ഞതോടെ 1.5 ലക്ഷം തൊഴിൽ നഷ്ടമുണ്ടായതായും ഗോകുൽദാസ്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതും സ്വകാര്യ ബസ് വ്യവസായത്തിന് തിരിച്ചടിയായെന്നും KBTA സെക്രട്ടറി. 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അകലൂർ നായാടിക്കുണ്ട് കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. 30ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡിൽ കാൽനട പോലും ദുരിതത്തിലാണെന്നും പ്രദേശവാസികൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാഗ്ദാനവും പാഴ്വാക്കായി എന്നും നാട്ടുകാർ. പാലക്കാട് കല്ലേക്കുളങ്ങരയിൽ മോഷണശ്രമം അയൽവാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. മാസങ്ങളായി ആൾ താമസമില്ലാത്ത വീടുകളിലാണ് മോഷണശ്രമം നടന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ. രാത്രികാല പരിശോധന കർശനമാക്കുമെന്ന് പോലീസ്. ഒറ്റപ്പാലത്ത് റോഡ് മുറിച്ച് കിടക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ മിനി വാനിടിച്ച് അപകടം. ഒറ്റപ്പാലം സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിയായ ഒറ്റപ്പാലം സ്വദേശിനി 19 വയസ്സുള്ള ഫാത്തിമ സിൻസിയയ്ക്കാണ് പരിക്കേറ്റത്. കല്ലേക്കാട് നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.